നമസ്കാരം, ഏവർക്കും എജുവിനിന്റെ ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വായനാദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് എജുവിൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു മോക്ക് ടെസ്റ്റ് നടത്തുകയാണ്. അതിനായി നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പായി ഒരു നോട്ട്ബുക്കും പേനയും നിങ്ങളുടെ കയ്യിൽ കരുതുക. ഈ മോക്ക് ടെസ്റ്റിൽ 50-ലധികം ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ 30 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം രേഖപ്പെടുത്തുക. എജുവിന്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്നാൽ പിന്നെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അമ്മ എന്ന റഷ്യൻ നോവൽ എഴുതിയതാര്? 2. മാതൃത്വത്തിന്റെ കവയത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? 3. ഉറൂവ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? 4. കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലായിരുന്നു? അഞ്ചാമത്തെ ചോദ്യം, പാർലമെന്റ് മെമ്പറായിരുന്ന പ്രശസ്ത സാഹിത്യകാരൻ ആര്? 6. ചോദ്യം, മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? അടുത്ത ചോദ്യം, കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആര്? 8. ചോദ്യം, കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? 9. ചോദ്യം, മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ്? മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ്? 10. ചോദ്യം, പി എൻ പണിക്കരുടെ പൂർണ്ണമായ പേര് എന്താണ്? പി എൻ പണിക്കരുടെ ഫുൾ നെയിം എന്താണ്? 11. ചോദ്യം, പി എൻ പണിക്കരുടെ ജന്മദിനം എന്ന്? ജന്മദിന വർഷവും എഴുതേണ്ടതാണ്. 12. ചോദ്യം, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണിത്? വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. 13. ചോദ്യം, ജൂൺ 19 വായനാദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം ഏതാണ്? ജൂൺ 19 വായനാദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം ഏതാണ്? 14. ആടുജീവിതം എന്ന നോവൽ എഴുതിയത് ആരാണ്? 15. ചോദ്യം, കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? 16. ചോദ്യം, കാബൂളിവാല എഴുതിയത് ആരാണ്? കാബൂളിവാല എന്ന കഥ എഴുതിയത് ആരാണ്? അടുത്ത ചോദ്യം, APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേര്? നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? 18. ചോദ്യം, എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? 19. ചോദ്യം, ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത ഏതാണ്? ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത ഏതാണ്? 20. ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? 21. ചോദ്യം, ചമയങ്ങളില്ലാതെ ആരുടെ ആത്മകഥയാണ്? ഏത് സിനിമാ താരത്തിൻ്റെ ആത്മകഥയാണ് ചമയങ്ങളില്ലാതെ? 22. ലോക പുസ്തക ദിനം എന്നാണ്? ലോക പുസ്തക ദിനം ഏത് ദിവസമാണ്? 23. ചോദ്യം, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? 24. ചോദ്യം, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? 25. ചോദ്യം, പി എൻ പണിക്കരുടെ ചരമദിനം എന്നാണ്? പി എൻ പണിക്കരുടെ ചരമദിനം എന്നാണ്? 26. ചോദ്യം, കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? 27. ചോദ്യം, വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ വാക്കുകൾ? വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആരുടെ വാക്കുകൾ? 28. ചോദ്യം, മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേത്? മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേത്? അടുത്ത ചോദ്യം, മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ്? മിക്കി മൗസ് എന്ന കാർട്ടൂൺ കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? 30. ചോദ്യം, അപ്പുക്കിളി എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? ഈ 30 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ഇപ്പോൾ തന്നെ നോട്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ലഭിക്കുന്നതിനായി എജുവിനെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. ആദ്യത്തേത്, അമ്മ എന്ന റഷ്യൻ നോവൽ എഴുതിയതാര്? മാക്സിം ഗാർക്കി. രണ്ടാമത്തെ ചോദ്യം, മാതൃത്വത്തിന്റെ കവയത്രി എന്ന് വിശേഷിപ്പിക്കുന്നതാരെ? ബാലാമണി അമ്മയെ. മൂന്നാമത്തെ ചോദ്യം, ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? PC കുട്ടിക്കൃഷ്ണൻ. വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച് ഏത് ആനുകാലികത്തിലായിരുന്നു? മിതവാദി. അഞ്ചാമത്തെ ചോദ്യം, പാർലമെന്റിൽ മെമ്പറായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റ് ആരായിരുന്നു? ഉത്തരം SK പൊറ്റക്കാട്. ആറാമത്തെ ചോദ്യം, മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മുത്തും പവയവും. അടുത്ത ചോദ്യം, കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് ആര്? വൈലോപ്പിള്ളി. എട്ടാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം? ചെറുതുരുത്തി. ഒമ്പതാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയുടെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി. പത്താമത്തെ ചോദ്യം, PN പണിക്കരുടെ പൂർണ്ണമായ പേര് എന്താണ്? ഉത്തരം പുതുവയിൽ നാരായണ പണിക്കർ. അടുത്ത ചോദ്യം, PN പണിക്കരുടെ ജന്മദിനം എന്ന്? 1909 മാർച്ച് 1. 12ാമത്തെ ചോദ്യം, വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികൾ? അക്കിത്തം. വായനാ ദിനമായി ജൂൺ 19 ആചരിച്ചു തുടങ്ങിയ വർഷം? 1996. ആടുജീവിതം നോവൽ എഴുതിയത് ആരാണ്? ബെന്യാമിൻ. അടുത്ത ചോദ്യം, കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ. കാബൂളിവാല എന്ന കഥ എഴുതിയതാര്? രവീന്ദ്രനാഥ ടാഗോർ. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥയുടെ പേര്? അഗ്നിച്ചിറകുകൾ. എൻ്റെ വയ്യമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? SK പൊറ്റക്കാട്. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത? എൻ്റെ ഗുരുനാഥൻ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ? കുന്തലത. പ്രശസ്ത സിനിമാ താരത്തിന്റെ ആത്മകഥയാണ് ചമയങ്ങളില്ലാതെ ആരുടെ? മമ്മൂട്ടിയുടെ. ലോക പുസ്തക ദിനം എന്താണ്? ഏപ്രിൽ 23. അടുത്ത ചോദ്യം, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ഉത്തരം അവകാശികൾ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നതാര്? വൈക്കം മുഹമ്മദ് ബഷീർ. PN പണിക്കരുടെ ചരമദിനം എന്നാണ്? 1995 ജൂൺ 19. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര്? PN പണിക്കർ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക ആരുടെ വാക്കുകൾ? PN പണിക്കർ. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേത്? ആനന്ദ്. മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ്? വാൾട്ട് ഡിസ്നി. 30ാമത്തെ ചോദ്യം, അപ്പുക്കുളി എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? OV വിജയൻ. ആരുടെ ഓർമ്മക്കാണ് വായനാ ദിനം? PN പണിക്കർ. അടുത്ത ചോദ്യം, കുറത്തി എന്ന കവിതയുടെ കർത്താവ് ആര്? കടമ്മനിട്ട. അടുത്ത ചോദ്യം, ഏത് കൃതിയുടെ ഭാഗമാണ് ഭഗവത്ഗീത? മഹാഭാരതം. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. മലയാള ഭാഷയുടെ പിതാവ് ആര്? എഴുത്തച്ഛൻ. കക്കട്ടിലിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര്? അക്ബർ കക്കട്ടിൽ. SK പൊറ്റക്കാട് ഏത് മേഖലയിലാണ് അറിയപ്പെടുന്നത്? സഞ്ചാര സാഹിത്യം. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ? അഗ്നിസാക്ഷി. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കവി? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഉത്തരം വാസനാ വികൃതി. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. മയ്യഴിപ്പയുടെ കഥാകാരൻ? M മുകുന്ദൻ. SK പൊറ്റക്കാടിൻ്റെ പ്രശസ്തി ആർജിച്ച സഞ്ചാരകൃതി ഏതാണ്? ഒരു ദേശത്തിൻ്റെ കഥ. കടൽ തീരത്ത് എന്ന കഥ എഴുതിയതാര്? OV വിജയൻ. സൂരി നമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ഇന്ദുലേഖ. എലിപ്പത്തായം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. CV രാമൻപിള്ള രചിച്ച സാമൂഹിക നോവൽ? ഉത്തരം പ്രേമാമൃതം. ആനന്ദിന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി? ഗോവർദ്ധന്റെ യാത്രകൾ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത ഏത് പ്രശസ്ത കവിയുടെ സംഭാവനയാണ്? ഉള്ളൂർ. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ? വള്ളത്തോൾ നാരായണ മേനോൻ. മലയാള കവിതയിലെ പാടുന്ന ഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ചങ്ങമ്പുഴ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? എഴുത്തച്ഛൻ. ചെറുകാടിന്റെ ആത്മകഥയുടെ പേര്? ജീവിതപാത. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? അയ്യപ്പൻ. രാത്രിമയ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? സുഗതകുമാരി.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എജുവിൻ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ചോദ്യോത്തരങ്ങളും വിദ്യാഭ്യാസ സംബന്ധമായ വാർത്തകളും യഥാസമയം ലഭിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്തുക. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.